അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുന്ന 1-2 കാര്യങ്ങൾ, അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മുസ്ലിം സ്ത്രീ, എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന, കാരണം സോഷ്യൽ മീഡിയയിൽ മാത്രം താരമായിട്ട് നിൽക്കുന്നതാണ്. ആ സ്ത്രീ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒക്കെ വരയ്ക്കുക, എന്നിട്ട് അമ്പലനടയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക. അങ്ങനെ ആ കച്ചവടം തുടങ്ങിയപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രവും അമ്പലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ഇവിടുത്തെ നാട്ടിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരാണല്ലോ അതിൻ്റെ ആ ഫോട്ടോയുടെയും മറ്റു ഉപഭോക്താക്കളായി മാറേണ്ടത്. അപ്പോൾ അവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ഇങ്ങനെ ഇസ്ലാമിനെ പറ്റി വിമർശിക്കാനും കുറ്റം പറയാനൊന്നും പെണ്ണുങ്ങളുടെ അടുത്തൊന്നും ഇല്ല. ആകെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെ മദ്രസയിൽ ഹിന്ദുക്കൾ നരകത്തിലെ കത്തിക്കുന്ന വിറകാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഹിന്ദുക്കളോട് ആണ് സ്നേഹം, ഇസ്ലാമിനോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ കച്ചവടം ഇങ്ങനെ പൊടിച്ച് വരികയായിരുന്നു. താനിങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കണ്ണനെ വിളിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. ഇപ്പം മുസ്ലിങ്ങൾ മൊത്തം എൻ്റെ ശത്രുക്കളായി. എൻ്റെ കുട്ടികളെ ഒരു മദ്രസ പഠിപ്പിക്കുന്നില്ല, മദ്രസ ഉസ്താദ് വെറുതെ പിടിച്ച് തല്ലുവാണ്. എന്താ തല്ലാൻ കാരണം ഞാൻ ഈ ഫോട്ടോ വരയ്ക്കുന്നതാണ് എന്നൊക്കെയായിരുന്നു ആ സ്ത്രീ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇസ്ലാമിനെതിരെ പറയുന്നവരെ സ്വീകരിക്കുക എന്നത് നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം സംഘികളുടെ ശീലമായതുകൊണ്ട് അവരത് വല്ലാതെ അങ്ങ് ഏറ്റെടുത്തു. ഈ പെണ്ണുങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ 65 കോടി ഉറുപ്പ്യേൻ്റെ വീടുണ്ടാക്കിയിട്ടുണ്ട്, കണ്ണനുണ്ടാക്കി തന്നെയാണ്. അങ്ങനെയൊക്കെയായിരുന്നു പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈയിടക്ക് ഇപ്പോൾ ഈ അടുത്ത് അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമ്പലത്തിൽ, ഈ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഒരു വിഗ്രഹത്തിൻ്റെ മുകളിൽ പോയിട്ട് മാലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തു. ഞാനിങ്ങനെ ശരിക്കും ഹിന്ദു വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുന്ന ആളാണ് എന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് പെണ്ണുങ്ങളങ്ങനെ ചെയ്തത്. എന്നാൽ അതെന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെല്ലാം കൂടിയിട്ട് ഫോട്ടോ എടുത്തിട്ട് എല്ലാം കൂടിയിട്ട് ഹൈക്കോടതിയിൽ എത്തിച്ചു. ഇങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. കേസെടുത്തോടു കൂടിയിട്ട് ഹിന്ദുക്കളിലുള്ള ബഹുഭൂരിപക്ഷത്തിന് ഒരു കാര്യം മനസ്സിലായി, ഈ പെണ്ണുങ്ങൾ നമ്മളെ മതത്തിൻ്റെ ആൾക്കാരെ പറ്റിക്കുകയാണ്, ഇസ്ലാമിൻ്റെ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞിട്ട്. പെണ്ണുങ്ങൾ ഇസ്ലാമിനെ പറ്റിയിട്ട് ആകെ ഒറ്റ കുറ്റേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്താ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ മദ്രസയിൽ ഹിന്ദുക്കൾ നരകത്തിലെ വിറകാണെന്ന് പറയുന്നുണ്ട്. ഞാൻ AP വിഭാഗത്തിൻ്റെ മദ്രസയിലാണ് പഠിച്ചതെന്നാണ് ആര് പറയുന്നത്? ഈ പറഞ്ഞ ഈ സ്ത്രീ പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഓരോ മുസ്ലിമും ചെറുപ്പകാലം മുതൽ അത് സുന്നീൻ്റെ ആയാലും മുജാഹിദിൻ്റെ ആയാലും ജമാഅത്ത് ഇസ്ലാമീൻ്റെയും ഒക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ സുന്നി മദ്രസകളിൽ ഭൂരിഭാഗം മദ്രസകളിലും ഈ പാഠപുസ്തകങ്ങൾ അറബി മലയാളത്തിലാണ് ആയിരുന്നു കേട്ടോ, എൻ്റെയൊക്കെ ഓർമ്മയിൽ. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഈ അറബി മലയാളത്തിലുള്ള പാഠപുസ്തകത്തിലായാലും അതിൻ്റെ ശേഷം വന്ന അറബിയിലുള്ള പാഠപുസ്തകത്തിലായാലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മറ്റു മതക്കാരെന്ന് പറഞ്ഞാൽ ഹിന്ദു, ക്രിസ്ത്യാനി, അതല്ലേ കേരളത്തിൽ കാര്യമായിട്ടുള്ളൂ. ഈ 2 കൂട്ടരെയും പേര് എവിടെയും പറഞ്ഞായിട്ട് കാണുന്നില്ല. ചിലപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈസാ നബീൻ്റെ ചരിത്രം പഠിപ്പിക്കുന്ന താരീഖിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഹിന്ദു എന്നുള്ളൊരു വാക്ക് ആകെ പറയാൻ സാധ്യത ഈ നഹ്വ് പഠിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ട്. ജാഅനി ഹിന്ദുൻ
റഅയ്തു ഹിന്ദൻ എന്നും പറഞ്ഞിട്ട്. ആ ഹിന്ദു എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ ഹിന്ദുക്കളല്ല, ഈ അറബികളുടെ ഇടയിലുള്ള ഒരു പേരായിരുന്നു, ഒരു സ്ത്രീയുടെ പേരായിരുന്നു ഹിന്ദു എന്നത്. അപ്പോൾ അങ്ങനെ ഹിന്ദു എന്നുള്ള പേരുണ്ടാകാം എന്നല്ലാതെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു എന്നോ അവർ നരകത്തിൻ്റെ ആൾക്കാരാണെന്നോ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറകാണെന്നോ നമ്മളെ ഒരു മദ്രസയിലെ പാഠപുസ്തകത്തിലും ഇന്ന് വരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല, പഠിപ്പിക്കാനൊട്ട് സാധ്യതയുമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. അങ്ങനെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഏതെങ്കിലും മദ്രസ പാഠപുസ്തകത്തിൽ അങ്ങനെ ഹിന്ദു എന്നുള്ളൊരു വാക്ക് കാണുകയാണെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി എന്തായാലും ഈ സ്ത്രീയുടെ ബാക്കിയുള്ള കഥകൾ പറഞ്ഞു വരുമ്പോൾ ഇവരേതോ കൊയിലാണ്ടിയിലടുത്തുള്ള ഒരു മഹലിലാണെന്നും അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവ് ഒരു സലീം എന്ന് പറയുന്ന ആൾ വർഷങ്ങളായിട്ട് സൗദിയിലോ ദുബായിലായിട്ട് ഒളിവിലാണെന്നും എന്തോ കേസുകളുണ്ട് നാട്ടിൽ വരാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു. അതൊക്കെ അവരുടെ കുടുംബക്കാർ, നമ്മളതിൽ ഇടപെടുന്നില്ല. ഇതേ സ്ത്രീ തന്നെ എന്നിട്ട് ഇപ്പോൾ ഈ കേസും പ്രശ്നവും വന്ന് നോക്കുമ്പോൾ അവർ പറയുന്നു, ഞാൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ എനിക്ക് 10-40 ലക്ഷം ഉറുപ്പ്യ കടമുണ്ട്, ആ കട ഇങ്ങനെ കണ്ണൻ്റെ ഫോട്ടോ കൊണ്ട് വിറ്റ് പോകുമായിരുന്നു, അത് തടയാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ചെയ്ത പണിയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ അവർ ലാസ്റ്റ് പുതിയൊരു ഫോർമുലയും കൂടി വെച്ച് ഇക്കണക്കിന് മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നൊരു പണിയുണ്ട്, എൻ്റെ തലയിലത്തെ തട്ടം ഞാനിങ്ങനെ ഊരി അങ്ങ് വെച്ചിട്ട് ഒരു ബോട്ടിൽ നിന്ന് ഒരു സിന്ദൂര ചെപ്പെടുത്തിട്ട് ഇത് നെറ്റി മിലങ്ങ അണിയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ആയിട്ട് കാണിച്ചു തരുവാണ്. അങ്ങനെ ഞാൻ ഈ മതത്തിൽ നിന്ന് അങ്ങ് പോകുമ്പോൾ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ അനുഭവിക്കും. അതാണ് ഒരു വീഡിയോയിൽ പറയുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കുറേ ആളങ്ങ് കൂടി, കുറേ ആളങ്ങ് കുറഞ്ഞു പോയി. ഇവിടെ എന്താ, അറബിക്കടലിൽ ഓരോ വർഷത്തിലും എല്ലാ പുഴകളിൽ നിന്നും കൂടി എത്രയോ മെട്രിക് ടൺ വെള്ളം വന്നിട്ട് നിറയുന്നുണ്ട്. അതുപോലെ കുറേ വെള്ളം ആവിയായിട്ട് മഴയായിട്ട് പോകുന്നുമുണ്ട്. അറബിക്കടലായിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതവും ഇതിൻ്റെ പ്രസ്ഥാനവും ഇതിലേക്ക് ഒരുപാട് ആൾക്കാർ പുതുതായിട്ട് കടന്നു വരുന്നുണ്ട്. ഈ കടന്നു വരുന്നവരാരാന്നറിയോ? വളരെ ബുദ്ധിയും സാമർഥ്യവും ലോകതലത്തിൽ തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന ആളുകളാണ് ഈ മതത്തിലേക്ക് കടന്നു വരുന്നത്. വലിയ വലിയ പോപ്പ് സംഗീതജ്ഞന്മാർ, അല്ലെങ്കിൽ വലിയ വലിയ സിനിമ ഡയറക്ടർമാർ, വലിയ വലിയ പൊളിറ്റീഷ്യന്മാർ, വലിയ വലിയ മറ്റു മതത്തിൻ്റെ എല്ലാം വലിയ വലിയ നേതാക്കന്മാർ, അവരാണ് കടന്നു വരുന്നത്. അതേസമയം ഇതിനെ പറ്റിയിട്ട് കുറ്റപ്പെടുത്തിയിട്ട് പുറത്തേക്ക് പോകുന്നതോ ഒരു ഊരും പേരും അഡ്രസ്സും ഇല്ലാത്ത കുറേ ഗജ ഫ്രോഡുകൾ. എന്താ ഇവരെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പറയാറുണ്ട് ഓരോ വീട്ടിലും ഒരു ഒരു കുടുംബത്തിൻ്റെതായ ഒരു അച്ചടക്കം ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയിൽ ഒരു മുടിയനായ പുത്രൻ ഉണ്ടാവും. അപ്പോൾ അവനക്ക് കുടുംബത്തിലെ ഉപ്പയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഉപ്പ മാത്രം അങ്ങനെ കൈകാര്യം ചെയ്താൽ പോരാ, നമ്മളെല്ലാവരും കൈകാര്യം ചെയ്യാൻ അവകാശപ്പെട്ടതാണ് എന്നും പറഞ്ഞിട്ട് കൂടുതൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് തുള്ളുന്ന ആൾക്കാർ. അവരെ പറ്റിയിട്ട് നമ്മൾ സാധാരണ മലയാളത്തിലുള്ള പ്രയോഗം പുകഞ്ഞ കൊള്ളി എന്നാണ്. ഈ പുകഞ്ഞ കൊള്ളീൻ്റെ സ്ഥാനം പുറത്താണ്. ഇസ്ലാം എന്നൊരാൾക്ക് പുറത്ത് പോകണമെങ്കിൽ അങ്ങ് പബ്ലിക്കായിട്ട് അങ്ങ് പോയിട്ട് RSSകാരെ സ്വീകരണമെല്ലാം ഏറ്റുവാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് ചേരാൻ ആഗ്രഹിച്ചാലോ എന്ന് ചിന്തിച്ചാൽ വരെ ജിദ്ദത്ത് ഇസ്ലാം എന്ന് പുറത്ത് പോകും. അതിന് ഏറ്റവും നമ്മുടെ മഹല്ലുകളും അതുപോലെ തന്നെ പണ്ഡിതന്മാരും എല്ലാം ശ്രദ്ധിക്കേണ്ടത്, ഈ മതത്തിൽ നിന്ന് പുറത്ത് പോകുന്നവർക്ക് ഇസ്ലാം അംഗീകരിച്ച് നൽകിയ ഒരു പേരുണ്ട്, മുർത്തദ് എന്നാണ് ഫിഖിൻ്റെ കിതാബുകളൊക്കെ പറയുന്നത്. അത് ഇപ്പോൾ മാറ്റിയിട്ട് എക്സ് മുസ്ലിം എന്നാക്കുകയാണ് ചിലർ. അങ്ങനെ ഒരു സംഭവം ഇല്ല. എക്സ് മുസ്ലിം ഇസ്ലാമിലെ പ്രത്യേകിച്ച് അറബി ഭാഷയായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇസ്ലാമിൻ്റെ ഒക്കെ ആവിർഭാവം വരുന്നത്. ഈ അറബിയിൽ എക്സും വൈയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എക്സ് മുസ്ലിം എന്ന പ്രയോഗത്തിന് ഇവിടെ അനുമതിയില്ല. പിന്നെ
ഇവരെല്ലാവരും കൂടി കൂട്ടായിട്ട് അങ്ങ് ഇസ്ലാമിൽ നിന്ന് പോയി എന്ന് വെച്ചിട്ട് ഇസ്ലാമിനൊന്നും ഇല്ല എന്നതിലുപരി ഇങ്ങനെയുള്ള പുകഞ്ഞ കൊള്ളികൾ പുറത്ത് പോവുകയാണ് മതത്തിലെ ബാക്കിയുള്ളവർക്ക് സമാധാനം. അതല്ലേ അതിൻ്റെ ശരി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.